എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 8-ന്റെ 46-ഉം 47-ഉം വാക്യങ്ങളിൽ: നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് യേശു നൽകിയ പ്രഭാഷണം യഹൂദന്മാരുടെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ സ്പർശിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ചില കാര്യങ്ങൾ യഹൂദരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. പിതാവിൻ്റെ സന്നിധിയിലുള്ള തൻ്റെ നിസ്തുലതയെക്കുറിച്ച് യേശു സംസാരിച്ചത് അവർക്ക് വേദവിപരീതവും ദൈവദൂഷണവുമായി തോന്നിയതുകൊണ്ട് യേശുവിനെ കല്ലെറിയാൻ അവർ ശ്രമിച്ചു. അവരെ പ്രകോപിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കുമ്പോൾ, ഒന്ന്, തൻ്റെ പാപമില്ലായ്മയെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. തന്നിലുള്ള പാപം ചൂണ്ടിക്കാണിക്കാൻ യേശു യഹൂദന്മാരെ വെല്ലുവിളിച്ചു. താൻ ദൈവപുത്രനാകയാലും ദൈവത്തിൻ്റെ വചനം തന്നിൽ വസിക്കുന്നതിനാലുമാണ് ഇങ്ങനെ പാപരഹിതനായിരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. ദൈവമക്കൾക്ക് മാത്രമേ ദൈവവചനം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. സത്യം സംസാരിക്കുന്നത് തന്നിൽ ദൈവം കുടികൊള്ളുന്നത് കൊണ്ടാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. പിശാച് അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അവരുടെ ഉള്ളിൽ വചനത്തിന് ഒട്ടും സ്ഥാനമില്ല. ഇത് യഹൂദന്മാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ദൈവത്തിൽ ആകുന്നതിനുള്ള മനസ്സാണ് ദൈവിക വചനങ്ങളെ വിവേചിച്ച് അറിയുന്നതിനുള്ള കഴിവ് പകരുന്ന ഘടകം. 8-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 59 വരെ ഈ ഒരു കാര്യമാണ് കർത്താവ് വ്യക്തമാക്കുന്നത്, അതായത് നിത്യനായ പുത്രൻ. രണ്ടാമത്, യേശു ഒരു ശമര്യനാണെന്നും യേശുവിൽ ഭൂതബാധയുണ്ടെന്നും യഹൂദന്മാർ ആരോപിക്കുന്നു. യേശുവിനെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണിത്. യഹൂദരുടെ അബ്രഹാമ്യ പാരമ്പര്യത്തെ യെശു ചോദ്യം ചെയ്തതുകൊണ്ട് അവരിങ്ങനെ പ്രതികരിച്ചിരിക്കാമെന്ന് കരുതാം. യേശു തനിക്ക് ഭൂതമില്ല എന്നും താൻ പിതാവിനാലാണ് ബാധിതനെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. യേശുവിന് മഹത്വീകരണം നൽകുക എന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് താനും പിതാവും ഒന്നായിരിക്കിയാൽ പുത്രനായ തന്നിലൂടെയാണ് നിത്യത പിതാവ് വെളിപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, യേശുവിൻ്റെ ദിവസം കാണാൻ കഴിയാത്തതിനാൽ അബ്രഹാം സന്തോഷിച്ചു എന്ന് യേശു പറഞ്ഞു. അബ്രഹാമിന് മുൻപ് ഞാനുണ്ട് എന്നാണ് ആ ഒരു ആലോചന അല്ലെങ്കിൽ സത്യം കർത്താവ് വെളിവാക്കുന്നത്. ഞാനുണ്ട് എന്ന വർത്തമാനകാല ക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നു. യഹോവ ആദ്യൻ എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 41-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും നമുക്ക് കാണാം. ഇതെല്ലാം ദൈവിക അസ്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തുവായി പിതാവിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് യേശു പറഞ്ഞ ഈ പ്രസ്താവന ദൈവദൂഷണമായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവവചനം സ്വീകരിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമുള്ള ഇടം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നൊരു വിചാരം ആവശ്യമാണ്. ദൈവം വസിക്കേണ്ടുന്ന ഇടം ശൂന്യമായിരുന്നതിനാൽ അവിടെ പിശാച് വാസം ചെയ്യും എന്ന മുന്നറിയിപ്പ് ഇവിടെ നമുക്ക് ലഭിക്കുന്നു.
ഭൂതബാധയ്ക്ക് പകരമായി പിതാവിനാൽ സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ആളത്തം ആർക്കാണ് അടിമപ്പെട്ടിരിക്കുന്നത്? നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ നായകന്മാരെക്കാൾ വലിയവനായി ദൈവത്തെ മനസ്സിലാക്കണം. അബ്രഹാമിനേക്കാൾ വലിയവനായി ക്രിസ്തുവിനെ അബ്രഹാം സ്വയം കണ്ടിരുന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പത്തേക്കാൾ വലിയവനായി ദൈവത്തെ നമ്മൾ കാണണം. നിത്യതയുടെ അവകാശികളാകാൻ നമുക്ക് വിശ്വാസ ദൃഢത ആവശ്യമാണ്. ആദ്യനും അന്ത്യനും വന്യനും ആദിജാതനും എന്നും അനന്യനുമായ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ രൂപപ്പെടുത്താൻ, സമർപ്പിക്കാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച പുത്രനെയും വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങളെ നിത്യജീവൻ്റെ അവകാശികളാക്കി അവിടുത്തെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീക സത്യത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെയിരുന്ന് ആലോചന നൽകി വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് ജീവിപ്പാൻ പുതിയ വർഷം എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.